ഈ 7 പേര് എന്നെക്കാട്ടും ശ്രേഷ്ഠന്മാരാണ്. അത് വാസ്തവമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കറിയാം. അതുകൊണ്ട് ദൈവസന്നിധി നിൽക്കുവാൻ ദൈവം കൃപ തന്നു. ഈ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് 44 മാസത്തെ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ വല്ലമായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരിക്കൽ കൂടി അവസരങ്ങൾ ഒരുക്കി. ഇവിടെ നിൽക്കുവാൻ ഒരു യോഗ്യതയില്ല. യോഗ്യതയില്ലാത്ത എന്നെയും ദൈവം തിരഞ്ഞെടുക്കും. കർത്താവിൻ്റെ ദേവദാസന്മാരെ കർത്താവിൻ്റെ സന്നിധിയിൽ വചന ശുശ്രൂഷയെക്കാട്ടിലും വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ അനുഭവസാക്ഷി പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ടോ തീരുന്ന അനുഭവസാക്ഷിയല്ല. വഴിമാറാത്ത സുഖമായത് എന്നെ കർത്തവൈകിട്ട് വേദപുസ്തകം വായിക്കൊണ്ട് നടന്നവരെ ഞാൻ പരസ്യമായി നിമിച്ച് കളിയാക്കിയ വ്യക്തിയാണ്. എന്നാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന അനേക ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. അല്ലേലയാണ്. അതാണ് ഇതിൻ്റെ സത്യം. സമയം മുമ്പോട്ട് കളയുന്നില്ല. കാരണം അരമണിക്കൂർ സമയമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അരമണിക്കൂർ വേണമെന്നില്ല. കിട്ടുന്ന സമയത്ത് 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും കർത്താവിൻ്റെ തിരുവചനം പറഞ്ഞു ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നെഹമ്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 19 വാക്കുകളാണ് വായിക്കാം. നെഹമ്യ 4:10. ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവശക്തി ദൈവകൃപ ദൈവസാന്നിധ്യം പകർന്നത് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം ഇന്ന് പകൽക്കാലം കർത്താവേ സ്വന്തം കാഹളം ഊർന്നെടുത്ത് കടന്നു വരുന്നു. കർത്താവെ കഴിഞ്ഞ മാസവും കർത്താവേ സ്വന്തം 3 മാസങ്ങളിലും കാഹളം ഊതി അനേക ഭക്തന്മാർ കടന്നു വന്നു. ഇന്നും ആരെയും കാണുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട അനേക പേർ, വിളിക്കുന്ന അനേക പേർ തിരഞ്ഞെടുക്കപ്പെട്ട എങ്കിലും ദൈവം ചുരുക്കിയ വ്യക്തികളെ കൊണ്ടതിനാണ് ഒരിക്കലും ഇതിൽ നിന്നും ആരും പ്രവർത്തകന്മാർ പോകുവാനല്ല. ദൈവ സാന്നിധ്യം ഞങ്ങൾ മധ്യ വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഞാൻ 97 രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കഞ്ചാവിന്റെ ഉസ്താവായിരുന്ന എന്നെ തേർന്ന് വൈദ്യഭാഷയുടെ മാതൃസഭ ഒന്നാണ്. ആ സഭയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു 150-100 മീറ്റർ 125 മീറ്റർ ഉണ്ട് എൻ്റെ മാതൃസഭയിൽ. അവിടെ നിന്ന് ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ റോഡിൽ നിൽക്കുന്ന എന്നോട് കൂടി കഞ്ചാവടിക്ക് വിട്ടവർ പറയും അതാ സൈമൻ ഇന്ന് പള്ളിക്കത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നേരത്തെ ഞാനിവിടെ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഓക്സിജൻ എന്തോ കടന്നു പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ആവശ്യമില്ല. വസ്തു എനിക്ക് ഭയങ്കര ആവശ്യമില്ല. കർത്താവ് തന്നിരിക്കുന്ന തൊണ്ട കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ദൈവം നാവുകൾക്ക് ശക്തി തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ ശരീരം തിരുവചനം ഇങ്ങനെ വായിക്കാം. ഒന്നുകൂടി. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വീണ്ടും പറയുന്നു ശ്രേഷ്ഠ ജനത്തോടും വേല വലിയതും വിശാലമായതുമാകുന്നു. മതിലിന്മേൽ ചിതറി. നോക്കണമേ, അവിടെ പറയുന്നു നാം മതിലിന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം ഇതിനെക്കുറിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തിരിക്കുന്ന ദാസന്മാർക്ക് ശക്തമായി വ്യക്തമായി അറിയാം. എന്നെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ വചനം വായിച്ചു പ്രസംഗിക്കുന്ന ദാസന്മാർക്ക് മുമ്പ് വിവരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇതിനകത്ത് 1-2 കാര്യമായത് പറയുവാൻ ആഗ്രഹപ്പെടുന്നു. കർത്താവ് വചനം പറയുന്നത് കാഹളം ഊതുന്നിടത്ത് കടന്നു വരണം. എന്നെയാണ് ഇന്ത്യ ട്രൈബൽ ഗ്രൂപ്പിന്റെ മെസ്സേജ് വിളിച്ചറിയിക്കുവാൻ ചുമതല ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ ഫോൺ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വിളിച്ച ദൈവാസന്മാരെ നമ്പരെല്ലാം അത് മുൻപന്തി കിടക്കുകയാണ്. ഹല്ലേലൂയ. വരാമെന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ നേരത്തെ ഓർമ്മപ്പെടുത്തി പറഞ്ഞു വരാം എന്ന് പറഞ്ഞു.
ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറയുന്നു പക്ഷേ ഇന്ത്യയിൽ അത്യാവശ്യമാണ്. അവർ എന്തോ കൊച്ചു വർത്തമാനം പറയാൻ വന്നപ്പോൾ ഞാൻ കട്ടി അല്ലേ. കാരണം എന്താ, നമുക്ക് മെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രാർത്ഥന വരുമോ ഇല്ലയോ ഇത് മാത്രം അറിഞ്ഞാൽ മതി. രാജു ഭാഷ വിളിച്ചു, രാജു ഭാഷ പറഞ്ഞു ഞാൻ വരും. മനുഷ്യന് ആവശ്യങ്ങളാണ്, പല ആവശ്യം കടന്നു വരും. അതുപോലെ മധുഭാഷ പറഞ്ഞു ഞാനും വരും ചില വിഷയങ്ങൾ. എന്തായാലും ഞാൻ വരുന്നുണ്ട് മധുഭാഷ കടന്നു. എന്തായാലും ഓർത്തുകൂടാ, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. അതാണ് കർത്താവ് നോക്കുന്നത്. ഒന്ന് വേണ്ടി വായിക്കണ്ട. 1 കൊരിന്ത്യർ നമ്മൾ 13 വായിക്കാൻ പറയുന്നു, വിശ്വസത, കൃത്യനിഷ്ഠ, സത്യസന്ധത നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്റെ സാക്ഷി പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമില്ല. 37 ജ്യേഷ്ഠ ഉടമയായ എന്റെ ദൈവം എന്നെ 1997 5-ാം മാസം 29-ാം തീയതി ഈ പുസ്തകം ഏൽപ്പിക്കുമെങ്കിൽ എന്തുകൊണ്ടോ എനിക്കതിന് വിശ്വസ്തയോടുകൂടി ദൈവത്തിന് വേണ്ടി ഉയർത്തിക്കാട്ടിക്കൂടാ. കർത്താവിന്റെ വചനം പറയുന്നു, നമ്മൾ തമ്മിൽ അകത്തിരിക്കുന്നു. ഒരു ചേർച്ചയുണ്ടോ? ദൈവം നമ്മുടെ ചോദിക്കുന്നു, ചേർച്ചയുണ്ടോ? കഴിഞ്ഞ നാളുകൾ കടന്നു വന്ന് പ്രാർത്ഥന ദൈവം എവിടെ? നേരത്തെ ഫിലിപ്പാസാണോ ഷാജിപ്പാസ് പറഞ്ഞു, പ്രാർത്ഥിക്കുവാൻ ആരും വരില്ല, വചന ശുശ്രൂഷ പറഞ്ഞാൽ കയറി വരും. ഹല്ലേലൂയ. വചന ശുശ്രൂഷ അല്ല ആവശ്യം. എനിക്ക് ആംഗ്ല ഭാഷ നേരത്തെ അറിയാം, 97 അറിയാം. പുള്ളിക്കാരന്റെ വെളിപ്പാട് മുഖാന്തരമാണ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അപ്പത്തിന്റെ വെളിപ്പാടായിരിക്കാം. പക്ഷേ ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുകാകുമ്പോൾ ദൈവത്തെ കണ്ടു, കർത്താവിന്റെ പെട്ടകമാണ് നിൽക്കുന്നത്. എന്നാൽ അതിന് മുഖാന്തരം അപ്പന്റെ 97 ഞാൻ സ്നാനപ്പെടുന്നുമ്പോൾ എനിക്ക് വെളിപ്പാട് വരെയായിരുന്നു എന്റെ കേസിനെ കുറിച്ചു. കള്ളക്കേസ് ഇങ്ങനെ പറഞ്ഞത്, കള്ളക്കേസ് കള്ളസാക്ഷി പറയുന്നവൻ മക്കളുടെ കോട്ടകത്ത് തലയുറ്റി മൂത്രമൊഴിക്കുന്ന സ്ത്രീയാണ്. 3-ാമത്തെ ഞാൻ വിടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കൈക്കൂലി കൊടുത്തു 1000, 500, 2 വ്യക്തി സാക്ഷി പറയാൻ മുഖാന്തരയ്ക്ക് ദൈവം അവിടെ ഒരിക്കലും SR അഡ്വക്കേറ്റ് എന്റെ വക്കീലായിരുന്നു. പ്രതികൂട്ടുകൾ സാക്ഷി കുട്ടി കടന്നു വന്നപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുമ്പേ തലയിൽ ഇങ്ങനെ പിടിച്ചു, അവിടെ മൂത്രം പിടിച്ച് ചുരുട്ടി വീഴുവാൻ ഇടയാക്കിയിരുന്നു. എനിക്കത് വെളിപ്പാടും തന്നോ ദർശനമൊന്നും അറിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ മടങ്ങി വീട്ടിൽ വന്നു. ഹല്ലേലൂയ. ഈ പറഞ്ഞ വെളിപ്പാട് എന്റെ ഉള്ളിൽ അല്ല. 3-ാമത്തെ യാത്രയ്ക്ക് കേസ് വെളിപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ വെളിപ്പാട് ഉദിക്കുവാൻ തുടങ്ങി. സഹോദരങ്ങളെ, ആ ഹൃദയത്തിൽ അന്ന് തന്നെ ആ തിളക്കം ഇന്നുവരെയും വറ്റിച്ച് കളയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. നോക്കണമേ കർത്താവ്. 4-ാം അധ്യായം 1 വായിക്കേ. പണിയുന്നു എന്ന് സമ്പല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് കോപമുണ്ടായി. 10 വർഷമായി ഭാഷ പറഞ്ഞു, ഇല്ലായ്മ നിന്നും അല്പ വസ്തു വാങ്ങിച്ചു, ഒരു അടിസ്ഥാനം ഇട്ടു ആലയത്തിന് വേണ്ടി. എത്രയോ പേര് ആഭിചാരം ചെയ്തിരിക്കും, എത്രയോ പേര് മന്ത്രവാദം. കോപം പൂണ്ട്. എന്താ സംഭവിച്ചത്? കോപം. കർത്താവിന്റെ വചനം ഇബ്രാഹിം വാക്യം പറയുന്നു, കയ്പ് മുളച്ചു കഴിഞ്ഞാൽ, കയ്പ് കയറി വന്നു കഴിഞ്ഞാൽ കണക്കമുണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നതാണ്. നോക്കണേ, അവിടെ പറയുന്നു കോപം ഉണ്ടായി. വായിക്കാം. യഹൂദന്മാരെ നിന്ദിച്ചു. യഹൂദന്മാരെ ആലയം പണിയുവാൻ, ഇല്ലെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയുവാൻ, അല്ലെങ്കിൽ ആലയം പണിയുവാൻ ദൈവദാസന്മാർ കൂടി ആലോചിച്ചപ്പോൾ ദൈവങ്ങളെ അവിടെ ചില പിറുപിറുപ്പുകൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഇതിനെ ഒരു പിറുപിറുപ്പ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദാസന്മാരെ, എന്ത് പിറുപിറുപ്പാകട്ടോ ദൈവനാമത്തിൽ നിങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും വ്യക്തമായി പോകില്ല. സമയമാകുമ്പോൾ ദൈവം അത് നിവർത്തിക്കും. നമ്മുടെ ദൈവം പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ചെവി ബന്ധമായതല്ല. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുവാൻ ചെവി ബന്ധമായ ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ അനുഗ്രഹിക്കുവാൻ കരം കുറിയ ദൈവമല്ല. ആ ദൈവത്തെ നാം വിശ്വസയോടുകൂടി ധ്യാനിക്കുമെങ്കിൽ ഒരിക്കലും ആരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഭംഗം വരുവാൻ അനുവദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ബാബുദാണ്ട് വായിക്കാം. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നു? വൈദ്യുവിടെ വൈദ്യു ഇല്ലെങ്കിൽ അവരുടെ മീശയില്ലാത്തവൻ, ഇല്ലെങ്കിൽ നരച്ച ധാടിയുള്ളവൻ ആലയം കെട്ടി എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്കൊന്ന് കാണാം. ഓ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ഹൃദയത്തിലെ ഏത് വിഷയമായാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത് നിന്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീരും. അതാ ദൈവത്തിന്റെ വാട്ടം. വായിക്കാം. അവരെ സമ്മതിക്കുമോ? അവരെ സമ്മതിക്കുമോ?
അവർ യാഗം കഴിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? നോക്കണം, നിന്ന വാക്കാ വരുന്നത്. ഒരു ദിവസം കൊണ്ട് പണി കഴിക്കുമോ? എത്രയോ മാസങ്ങളായി കെട്ടിയിട്ടിട്ട് ഒരു മാസം കൊണ്ട് പണി കഴിക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമര്യ സൈന്യവും കേൾക്കെ പറഞ്ഞു. നോക്കണമേ, കഞ്ചാവടിക്കാരും മദ്യപാനും വ്യഭിചാരും പോഷക്കാരും കേൾക്കത്തക്ക രീതിയിലാണ് പറയുന്നത്. ഇവിടെ വന്നു പാഴ്ചുവലേക്ക് കടന്നു വന്നു ആരാധിക്കുന്നു. ആര് വരും? എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ വിശ്വാസത്താൽ കാണുന്നു. അനേക രോഗികളെ പക്ഷപാതക്കാരെ കൊണ്ടുവന്നു റോഡ് പൊളിച്ചു കീഴെ ഇറക്കിയതുപോലെ അനേക രോഗികളെ കൊണ്ടുവരുന്നുവെന്നോ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും വേദപുസ്തകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് കാണണം. അല്ലേ? അതിനെ പറയുന്നു, സ്വന്തം കണ്ണാൽ കാണണം. അത് കാണണമെങ്കിൽ നമ്മൾ ദൈവസ്ഥിതിയിൽ എത്തിക്കണം. കാണുന്ന മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണാത്ത മണ്ഡലത്തിൽ ചലനമുണ്ടാവും. ചലനമുണ്ടാകണമെങ്കിൽ ഹൃദയത്തിൻ കവാടം തുറന്നാൽ നിന്നിൽ ഉദിക്കും യേശുവിൻ മഹത്വം. മനസ്സിൻ വേദനയകലും മലിനങ്ങളെല്ലാം മാറും. നോക്കണമേ, നിന്റെ ഹൃദയത്തിൽ തുറന്നു നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അവന്റെ പ്രവൃത്തി നിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അത് നിന്റെ കണ്ണാൽ കാണുവാൻ ദൈവം ഭാഗവൽക്കും. ഹല്ലേലൂയ. നമുക്ക് ആവശ്യം നമ്മളെ ഹൃദയ കണ്ണുകളെ തുറക്കണം. നമ്മളെ ഹൃദയ കണ്ണുകളെ തുറന്നു നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കണ്ണാൽ കാണുവാൻ ദൈവം ഭാഗവൽക്കും. ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദേവദാസന്മാരെ, ഞാൻ വന്ന സമയം മുതൽ ദൈവസന്നിധിയിൽ നിലപാട് കിടന്ന് കരഞ്ഞ വിഷയങ്ങളുണ്ട്. ആണ്ടം ഭാഷ പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മാത്രമേ ശുശ്രൂഷയിൽ അനുഭവത്തിൽ കൂടി പറയുവാൻ സാധിക്കുള്ളൂ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതെന്ന് മറ്റവരെ പറയുമ്പോൾ നമ്മൾ വിശ്വാസം നമ്മുടെ ഉള്ളിലാദ്യം കടന്നു വരണം. ചാവാറായ ശേഷിപ്പുകളെ നമ്മൾ ശക്തീകരിക്കണം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്ത കാണിക്കണമെങ്കിൽ അവിശ്വാസമുള്ളവർക്ക് ദൈവമല്ല നമ്മുടെ ദൈവം. വിശ്വസ്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ് ദൈവം. ആ ദൈവത്തെയാണ് നമുക്ക് പൂർണ്ണതയോടുകൂടി സ്നേഹിക്കാൻ. നമ്മളത് മനസ്സിലാക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. നോക്കണമേ, കർത്താവ് സന്നിധിയിൽ സംഖ്യാപുസ്തകം അല്ല, പുറപ്പാട് പുസ്തകം 34:24 വായിക്കാം. ഒരാൾക്ക് സംഖ്യാപുസ്തകം 10 എടുക്കാം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടാകട്ടെ. ദൈവകരത്തിലേക്ക് നമ്മൾ ആരും നശിച്ചു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. പുറപ്പാട് 34:24. ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. നമ്മൾ വിശ്വസ്തനായിരുന്ന നമ്മെ തകർക്കാൻ കടന്നുവരുന്ന ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം ഓടിച്ച് കളയുമെന്ന് അതാ കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാട്. നമ്മൾ പ്രാപിച്ചു പ്രാർത്ഥിച്ചു നോക്ക്. നിന്നെ ജനിക്കുന്നവരെ ദൈവം ഞെരുക്കിക്കളയുവാൻ ശക്തനാകുന്ന ദൈവമാണ്. നമ്മൾ അനുഭവത്തിൽ കടന്നുവല്ല. വായിക്കാം. നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നിന്റെ അതിരുകളെ ദൈവം ചെയ്യും വിശാലമാക്കുമെന്ന്. എന്നും നഷ്ടപ്പെടും ഒരു കുട്ട, പറിക്കപ്പെടും ഒരു കുട്ടിയല്ല ദൈവം ആഗ്രഹിക്കില്ല. നീ ഒരു കുട്ടയാണ് വിതയ്ക്കുകയെങ്കിൽ അതെടുക്കുമ്പോൾ 100 പേര് തരുവാൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ അപ്പത്തെ നീ വിശ്വാസത്തിലൂടെ വെള്ളം കെട്ടി നോക്ക്. അത് 7 നാൾ കഴിയുമ്പോൾ 7 8 ദൈവം നിന്റെ മുമ്പിൽ വിവാഹി തരുവാൻ ശക്തിയുള്ളവരാണ് ദൈവം. ആ ദൈവത്തെയാണ് ഭൂതയോടുകൂടി നമ്മൾ സേവിക്കേണ്ടത്, ഭൂതയോടുകൂടി ആരാധിക്കേണ്ടത്, വിശ്വാസത്തെ കൂടി സ്നേഹിക്കണം. അതാണ് ഇതിന്റെ പ്രവൃത്തി. വായിക്കാം. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. നീ ദൈവസന്നിധി കടന്നു ചെല്ലുമ്പോൾ നിന്റെ അടുത്ത് ഒരു മനുഷ്യനും നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് അവരെ തകർത്ത് കളയാൻ ഇടയായിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാം. നമുക്ക് നോക്കുമ്പോൾ അല്ല, സംഖ്യാപുസ്തകം 10:9 വായിക്കാം. ഒരാൾക്ക് സവാസം എഴുതാം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ
ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. ഗംഭീര ധ്വനിയോടുകൂടി കാഹളം ഊതണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ശത്രുക്കളെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്ത് ശക്തമാണ് സഹോദരങ്ങൾ! ഈ വാഴ്ത്തത്ത് വചനം ആർക്കാണ്? നമ്മളത് മനസ്സ് വെച്ച് കേൾക്കുന്നുണ്ടോ? മനസ്സ് വെച്ച് കേട്ടാൽ നമ്മൾ ദേശത്തിന് നന്മ അനുഭവിക്കും. നിന്നെ ഞെരുക്കുന്ന ഏത് വ്യക്തിയാകട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കൊച്ചു വീട്ടിലേക്ക് ദൈവവാസം ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അവസരം തന്നു. പക്ഷേ യേശുവിനകത്ത് അഭിചാരം ചെയ്തു വയ്ക്കാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഭവന പ്രതിഷ്ഠയ്ക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. കടന്നു വന്നവർ ആ പച്ചിപ്പിക്കും ആനന്ദഭാഷമുണ്ട്. ആ വീട്ടിനകത്ത് എന്തായാലും സ്റ്റേ വരെ കൊടുത്തിട്ട്, ഒരു ശ്വാസമില്ലാത്ത സ്റ്റേ കൊടുത്തിട്ട്, എന്തായാലും സ്റ്റേ ദൈവസന്നിധിയിൽ മാറ്റി. അതിൻ്റെ അവധേയ വ്യക്തിയോട് നേരിട്ട് എനിക്ക് ലജ്ജികൾ കാണിച്ചു. ഇപ്പോൾ സഖാവെന്ന് പറഞ്ഞാൽ സഖാവല്ല, ഇപ്പം ഞാൻ പാസ്റ്റാണ്, ലജ്ജിക്കാണ് കാണിക്കുന്നത്. പാസ് ചെയ്യാൻ പറഞ്ഞു, എന്താ കാര്യം, ഞാൻ ഇന്ന അവസ്ഥയാണ്. എന്തായാലും അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരാളുടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ടിക്കാരനായാലും എന്ത് ചെയ്യണം. അപ്പോൾ അയാൾ സമയം പരസ്പരം പറഞ്ഞു, ശരി നമ്മുടെ പാർട്ടിക്കാരൻ ലഭിക്കോട്ടെ, നമ്മളെ ഭരണത്തിരിക്കുന്ന മുനിസിപ്പാലിറ്റി. എന്തായാലും ആ സ്റ്റേ വലിച്ചത് കളഞ്ഞിട്ട് പാർപ്പിട മണുവായിട്ട് അപ്പോൾ അതിനെ കെട്ടിപ്പൊക്കി സ്റ്റേ കെട്ടിട്ട് സ്റ്റേ കൊടുത്തിട്ട് ആൾക്കാർ മാറിപ്പോയി ജോലിക്ക് പോയി. വന്നപ്പോൾ ഞങ്ങൾ കാങ്കേരിയ ഞായറാഴ്ച കുളക്കോടാണ് സഭ. ഞാൻ രാവിലെ ചെന്നു. എൻ്റെ ആദ്യം എന്താണ് വിളിച്ചപ്പോൾ പുള്ളി താമസിച്ചു. എന്തായാലും സമയങ്ങൾ ഒഴിഞ്ഞിരിക്കണമല്ലോ. അവർ രാവിലെ 6 മണിക്ക് ജോലിക്കാർ എല്ലായിടത്തും പറഞ്ഞ് വന്നു. രാവിലെ വന്നു. ഞാൻ തന്നെ 6 കടന്നു പോകാനാണ്. ഞാൻ നേരെ 7 എടുത്ത് സ്റ്റേജിൽ മുകളിൽ കയറി ഒരു ചട്ടി കാവിന് കൊണ്ടുവന്നു. കരമുയർത്തി ചട്ടി ഊറ്റി പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ആലയത്തിൽ കടന്നുപോയി. 11 മണി ആരാധന വന്നപ്പോൾ അവിടെ ജോലിക്കാർ കാത്തു പിടിക്കുന്നു. സ്റ്റേ കൊടുത്തവർ അങ്ങോട്ട് കടന്നു പോകും. തേരാപ്പാല ലേലുക. ഒന്നിനും ദൈവം അവരെ തറ കാണിച്ചില്ല. എന്തായാലും അവസാനം എൻ്റെ ബോഡി കൊണ്ട് വയ്ക്കുവാൻ വാടകയിൽ അവർ ഹിന്ദുക്കൾ കൊണ്ടല്ലോ എന്തൊക്കെ വെച്ച് തിരി കത്തിച്ചു. ദർശനം വെളിപ്പാടുകളും ദൈവാസനം തന്നു. പ്രാർത്ഥിച്ചു. ആ പാട് ചായുവാടയിൽ തീർന്നു. അവർ 3 വ്യക്തികൾ ചേർന്ന് നിലവിളക്ക് വാങ്ങിച്ചു. എണ്ണ ഒഴിച്ച് കത്തിച്ചു വെച്ചു. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചു. ആ വിളക്ക് കത്തുവാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ഒന്നും ദൈവത്തോട് പ്രാർത്ഥിക്കില്ല. കർത്താവേ, എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്ന എന്നെ, 37 വയസ്സുള്ള എന്നെ നീ വിളിച്ചു. നിന്റെ വേദപുസ്തകം എടുക്കുവാൻ നീ മുഖാതൊരുക്കിയെങ്കിൽ അവർക്കൊരു പൂർണ്ണമായ മാനസാന്തരം. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. എന്നെ നശിപ്പിക്കാൻ നോക്കിയോ അവർക്കൊരു മാനസാന്തരം. എന്നെ സ്നേഹിക്കുക, മറ്റേ ആരെ സ്നേഹിക്കല്ല. ഞാൻ എവിടെയായിരുന്നു? അന്ധകാരത്തിലല്ലായിരുന്നോ? നമ്മുടെ നാമത്തെ കോശിക്കും മുഖാന്തൊരുക്കോ ഈ വാറ്റിടുവാൻ യോഗ്യതയില്ല. ഇതിലും പോലും എനിക്ക് അഭിമാനമുണ്ട്. അല്ലേലിയ. ഞാൻ വന്നപ്പോഴും പോയപ്പോഴും വായിച്ചിട്ട് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ മുഖത്ത് എന്തോ വായിച്ചു. ഞാൻ വായിച്ചു നോക്കും. വേറൊന്നുമില്ല, അഭിമാനമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിന്നെ തകർക്കുവാൻ ഞെരുക്കുവാൻ 7 വ്യക്തി കടന്നു വന്നാലും ഒരു വഴിയായി വരുമ്പോൾ 7 വഴിയായി പോകും. എനിക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. നല്ലൊരു കുടുംബം കിട്ടുമ്പോൾ ചിന്തിച്ചു, നല്ലൊരു ഭാര്യ കിട്ടുമ്പോൾ ചിന്തിച്ചു, തലമുറ കിട്ടുമ്പോൾ ചിന്തിച്ചു. ദാനമായി 2 തലമുറയെ തന്നു, ദാനമായി കൊച്ചുമക്കൾ തന്നു. ഓല കൊണ്ട് കുത്തിമറിഞ്ഞ് കിടന്നിടത്ത് നല്ല പാർപ്പിടം ദൈവം തന്നു. ഇതിനപ്പുറം എനിക്ക് എന്താ വേണ്ടത്? കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞ അനുഭവത്തെക്കുറിച്ച് പല കാര്യം പറയുവാണ്. പക്ഷെയോ ദൈവം എല്ലാത്തിനും മുഖാന്തരം. നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 10:9 വായിക്കാമല്ലോ. സഭാപ്രസംഗി 4:9, അതിൻ്റെ 12 വായിക്കാം. സഭാപ്രസംഗി 4:9, 12. ഒരുവനേക്കാൾ 20 ഏറെ നല്ലത്. ഒരുവനെക്കാട്ട് 20 നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. നോക്കണമേ, 2 പേരുണ്ടെങ്കിൽ ഒരുവൻ വീഴുന്നാൽ മറ്റവൻ അവനെത്താണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഒരാളല്ലേ ആവശ്യം, 2 പേര് ആവശ്യം. നേരത്തെ വലിയ പച്ച പറഞ്ഞു, ഒരാളായിരുന്നു, 2 പേരായിരുന്നു. ഇപ്പോൾ സഭയായി നമ്മൾ 7 പേരുണ്ട്. അല്ലേലൂയ. ആ ദൈവം ഒരിക്കലാണ്. അപ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ ആദ്യം വായിച്ച ഭാഗത്തിൽ പറയുന്നു, നമ്മൾ അകന്നിരിക്കുകയാണ്, ചിതറിക്കിടക്കുന്നു. നമ്മൾ ഒരുമിച്ച് കാഹള ഊന്നെടുത്ത് കടന്നു വരണം. വായിക്കാം. ഭാഗം അതിൻ്റെ 14 വായിക്കാം, 12 വായിക്കാം, 13, 9, 4:12.
ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. നമ്മൾ എതിർക്കല്ല, വചനം പറയുന്നത് എതിർത്ത് നിൽക്കാം. പക്ഷെയോ നിന്നെ കൊണ്ട് സാധിക്കുമോ? കാണുന്ന മണ്ഡലത്തിൽ മുട്ടുപടക്കി കാണാത്ത ദൈവത്തെ, കർത്താവേ ഇവൻ എന്നെ തകർക്കുവാൻ കടന്നു വന്നു, ഇവൻ എന്നെ ആഭിചാരം ചെയ്തു, ഈ ദേശത്തിന് പറിച്ചു മാറ്റുവാൻ നോക്കി, നീ അറിയുന്നു, നിനക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് മാനസാന്തരമാണെങ്കിൽ മാനസാന്തരം, ഒരു ദേശത്തിന് മാറ്റമാണെങ്കിൽ ഒന്നുകൂടെ നാശമാക്കണം. നോക്കണമേ, ദൈവസ്ഥിതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിലോ നമ്മൾ വിശ്വസ്തരായിരിക്കുമെങ്കിൽ ദൈവം നമ്മെ നടത്തി പരിപാലിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:3 വായിക്കാം. ദൈവകൃപ സ്തോത്രം. ദൈവകൃപ സാക്ഷാൽ ഇണയായുള്ളവേ, അവർക്ക് തുടർനിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. മതി. നോക്കണമേ, നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മളായിരിക്കുമെങ്കിൽ അതിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഇരിക്കുവാൻ ആഗ്രഹപ്പെടുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് റോമർ 9:17 വായിക്കും. ഞാൻ നിർത്തുവാൻ ആഗ്രഹപ്പെടുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. ഞാൻ നമ്മെ നിർത്തിയിരിക്കുന്നത്, ഞാൻ കർത്താവായ യേശു നമ്മെ നിർത്തിയിരിക്കുന്നു. വായിക്കാം. നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും, നമ്മളിൽ ദൈവശക്തി കാണിക്കേണ്ടതിന് എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. ഇതിനപ്പുറം വേറെന്താ വേണം? ഇതിനായി തന്നെയോ ഞാൻ ശ്വാസിക്കാത്ത മരിക്ക് അരമണിക്കൂർ ഇരുന്നതാണ്. ഓടിക്കൊണ്ടിരുമ്പോൾ എന്റെ വീട്ടിൽ വന്നു, മറിഞ്ഞു വീഴുന്നു. എന്റെ കൊച്ചുമക്കൾ എന്റെ തലയെടുത്തു, അവരെ മണിയിൽ വെച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ അപ്പുറത്തൊന്നും സംഭവിക്കരുത്. അവരുടെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. ഇന്നും വർഷം എത്രയായി? 21 സംഭവിച്ചത്. നോക്കണമേ, ദൈവസന്നിധിയിൽ ഇന്ന് നിൽക്കുന്നു. 4 ബ്ലോക്കായിരുന്നു. ഇന്ന് കർത്താവ് സന്നിധിയിൽ വചനം ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പം വൈദ്യുപാസ് പറയും, നിങ്ങൾ ഇത്രയും സമയം എടുക്കരുത്. സഹോദരങ്ങൾ, എൻ്റെ അടിപ്പിണകളാ ദൈവം സംഭവിക്കുന്നത്. പിന്നെ എന്തിനും ഞാൻ മൗനമായിരിക്കണം. ഹല്ലേലൂയ. കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതൊക്കെ ദൈവത്തിന്. ദൈവസന്നിധി കർത്താവ് പറയുമ്പോൾ ഇതിനായിട്ടല്ലയോ നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നത്. കർത്താവിന്റെ ശക്തി നമ്മൾ വെളിപ്പെടുക. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാൽ. നോക്കണമേ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ. ഹല്ലേലൂയ. കണ്ണീരിന്റെ താഴ്വരയായതാണ് നമ്മളെ കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഇന്ത്യ ഫൈബർ ഗ്രൂപ്പിന്റെ 144 നമ്മളെ ദേശത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത്രയും സമയം സംസാരിച്ചിട്ടാണ് കർത്താവിന്റെ ദാസനും അധ്യക്ഷനും ദൈവസ്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അറിയാൻ സഹായിക്കട്ടെ. കേട്ട നല്ല തിരുവനന്തപുരത്തിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഇനി മുമ്പോട്ട് നിർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷനെ അവസാനിപ്പിക്കാം. വളരെ പ്രാർത്ഥനയുള്ളതുകൊണ്ടായിരിക്കാം അറിയിച്ച ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീഴ്ചയിലും താഴ്ചയിലും കൈതാങ്ങി നടത്തിയ ദൈവം ഇന്ന് തൻ്റെ ഭക്തനെ ഈ ആരോഗ്യത്തോടെ ശുശ്രൂഷ നിർത്തിയിരിക്കുന്നുവല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, പ്രേഫോൾട്ടിയുടെ 44ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടി വരുവാനും ദൈവജനം കേൾക്കുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ ബലപ്പെടുത്തി വൽക്കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കടന്നു വന്ന എല്ലാ ദൈവഭക്തന്മാരെയും ദൈവത്തിന്റെ കരങ്ങളിൽ